ഇതുപോലെ ഒരു ചടങ്ങിന് ഞാൻ പോകാൻ പറ്റില്ല. ഇതിപ്പോ അറിഞ്ഞപ്പോ അതേ ഒരവസ്ഥ. ഞങ്ങൾ എന്ത് പ്രാർത്ഥിച്ചോ അത് നടന്നിട്ടില്ല. അമ്മ സമയം മുതൽ തന്നെ പല രീതിയിൽ പറയുന്നതാണ്, കൃത്യമായി റാഗിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ നടപടി വേണം എന്നൊക്കെ പറയുന്നതാണ്. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു നടപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാര്യം. നമ്മുടെ ശിക്ഷ ഇത്രയും കുറയുന്ന കാലത്തുമ്പോ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മുടെ പൂക്കോട്ടിലുള്ള DNA അസിസ്റ്റന്റ് പറഞ്ഞത് തിരികെ എടുത്തില്ലേ, അതുപോലെ ഇതൊരു പുകമറയാ ഈ ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ കൃത്യമായ നടപടികളൊക്കെ എടുത്തിരുന്നെങ്കിൽ നമുക്കിതൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത് അന്നെങ്കിലും ഒക്കെ ഒഴിവാക്കിക്കൂടെയായിരുന്നു. ഒരു പേടിയില്ലല്ലോ, അവർക്ക് തിരികെ കയറാം. ഇതേ സാലറി കട്ടായില്ല, കുട്ടികൾക്ക് തിരികെ പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇടപെടൽ കൊണ്ട് മാത്രം, പിന്നെ ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹം ഇടപെട്ടത് കൊണ്ട് മാത്രമേ ഇപ്പോഴും ആ കുട്ടികൾ പുറത്തു നിൽക്കുന്നത്. അതെ, അതും ഒരു ആത്മഹത്യ എന്ന് പറഞ്ഞ് തള്ളാറായിട്ടില്ലല്ലോ. ഞങ്ങളന്ന് കോളേജിൽ പോയ സമയത്തും പൂക്കോട് പോയ സമയത്തും എന്റെ ബന്ധുക്കളടുത്ത് പറഞ്ഞ ഇതൊരു സ്വാഭാവിക മരണം എന്നാ പറഞ്ഞത്. മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഞങ്ങൾ ഓരോന്നും അറിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഒരു മാസത്തോളം രാവിലെ എണീക്കുമ്പോൾ ഓരോ പുതിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. ഇതെല്ലാം അവിടെ നടന്നതാണ്. മോൻ ഉപയോഗിച്ച കണ്ണട പോലും, പേഴ്സ്, കണ്ണട, ബെൽറ്റ്, ഇതൊന്നും ഞങ്ങൾ ഇതുവരെയും കിട്ടിയിട്ടില്ല. അതെവിടെയെന്ന് പറയാൻ പോലും ഒരു അധികാരികൾക്കും ഇപ്പോഴും മറുപടി ഇല്ലാത്ത. ഈ DNA അസിസ്റ്റന്റ് പറഞ്ഞ നാരായണനെയും കാന്തനാഥനെയും ഒരു മാസത്തിനകത്ത് തിരികെ എടുക്കാൻ ഓർഡർ വന്നതാ. ഞങ്ങളുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അവരെ ഇപ്പോൾ 9 മാസമെങ്കിലും അകത്ത് നിന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി നിയമത്തിന് വേണ്ടി അവർക്ക് ഒരു ബക്കറ്റ് പിരിവ് വരെ കോളേജിൽ നടത്തിയിരുന്നു. അപ്പൊ എത്രത്തോളം അവിടെ അധ്യാപകർക്ക്, എത്രത്തോളം അധ്യാപക സംഘടന, അതും ഇടതുപക്ഷത്തിന്. അതെ, അതുകൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്ന് അമ്മയെ കാണാനും. അതെ, 2 വർഷം കൊണ്ട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചു അത് വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. അതിലാ സങ്കടം. നമ്മുടെ മോൻ പോയാൽ അതിനെന്തെങ്കിലും ഒരർത്ഥമുണ്ടാവണമെങ്കിൽ ഇതിനി ഒന്നും നടന്നുകൂടാ. അത് വീണ്ടും നടക്കുന്നു എന്ന് അറിയുമ്പോൾ ഇത്രയ്ക്കും ശിക്ഷ ഇളവുകൾ കൊടുക്കുന്നത് കൊണ്ടാണ്. പേടിയില്ല, ആർക്കും പേടിയില്ല. അതെ, ഈ റിസർവേഷനിൽ കൂടെ കയറുന്ന കുട്ടികൾക്ക് എന്തോ അവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു എന്ന് അറിയുന്നത്. അത് മെറിറ്റ് സീറ്റിൽ കയറുമ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് കയറാൻ പറ്റുന്നില്ല എന്നുകൊണ്ടാണോ അറിയില്ല.